പിതാവെടുത്ത് അല്ലെങ്കിൽ മാതാവെടുത്ത് നെഞ്ചോട് ചേർത്തിട്ട് അതിന്റെ ചെവിയിൽ പറയണം. എന്താ പറയേണ്ടത്? മകളെ, മകനെ, നീ വേദത്തിന്റെ സന്തതിയാകുന്നു. വേദോസീതി. അങ്ങനെ പറയാറുണ്ടോ ആരെങ്കിലും? ഇല്ല. ജനിച്ചു കഴിഞ്ഞാൽ ഏത് സിനിമ നടന്റെ പേരിടണം എന്ന് മാത്രമേ ചിന്തിക്കാറുള്ളൂ, ഇല്ലേ? അപ്പൊ ജനിച്ച് വീഴുന്ന കുഞ്ഞിനോട് നീ വേദത്തിന്റെ സന്തതിയാണ് എന്ന് പറഞ്ഞ് വളർത്തിയാൽ മാത്രമേ ആ കുട്ടി വേദത്തിന്റെ സന്തതിയാവൂ. നിർത്തുകയാണ്. സമയം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ സംസ്കാരത്തെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അതിനുള്ള വേദി ഈ അയ്യപ്പ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ വല്ലപ്പോഴുമൊക്കെ ഒത്തുകൂടാനും ചർച്ച ചെയ്യാനും ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥനയല്ല, വേണമെങ്കിൽ ആജ്ഞ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അങ്ങനെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. വേണം, പഠിക്കണം. ഓരോ കുരുന്നും നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ ഇല്ലെങ്കിൽ എന്താ, ചിലർ വന്ന് ചോദിച്ചു, അയ്യേ നീ എത്ര ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നത്? ഞങ്ങൾ നോക്കൂ, ഒറ്റ ഒന്നുള്ളൂ ഞങ്ങൾക്ക്. പഠിച്ച കുട്ടിയാണെ പറയും, ആരാ പറഞ്ഞത് ഞങ്ങൾക്ക് ഒത്തിരി ഉണ്ടെന്ന്? ഞങ്ങൾക്ക് ഒന്നേ ഉള്ളൂ, അത് ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തിലേക്ക് പോകാനുള്ള വഴികളാണ് അയ്യപ്പനും ഗണപതിയും ശിവനും പാർവതിയും ഒക്കെ ബ്രഹ്മത്തിലേക്ക് പോകാനുള്ള വഴിയാ. വണ്ടി വിടുക എന്ന് പറയും പഠിച്ച കുട്ടിയാണെങ്കിൽ. ഇല്ലെങ്കിൽ പറയാൻ കഴിയില്ല. അതുകൊണ്ട് പഠിക്കണം. എന്തായാലും ഈ ഭഗവാന്റെ ക്ഷേത്രത്തിൽ വരാനും നിങ്ങളെയൊക്കെ കാണാനും അല്പസമയം നിങ്ങളോട് സംസാരിക്കാനും ഭാഗ്യം തന്ന ശ്രീ അയ്യപ്പ ക്ഷേത്ര ഭാരവാഹികളോട് എൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ മഹോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ഹരി ഓം.